വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റെന്റെ മുന്നിലിരിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മസാഫ് 2024 അതിപ്രൗഢമായ വേദിയിലാണ്. നാഥൻ സ്വാലിയായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എനിക്ക് നിങ്ങളോട് സംവദിക്കാനുള്ള വിഷയം തിരുദൂതരും അനുയായികളും ഗുരുശിഷ്യവയിലെ ഉദാത്ത മാതൃക എന്ന കാലിക പ്രസിദ്ധമായ വിഷയമാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ബന്ധത്തിൽ ഒന്നാകുന്നു പ്രവാചകരും അവിടുത്തെ സ്വഹാബത്തും തമ്മിലുള്ള ബന്ധം. ഇതൊരു സാധാരണ ഗുരുശിഷ്യ ബന്ധത്തെക്കാൾ വളരെ അടുത്തതും ആയമേറിയതുമാണ്. ഇത് കേവലം ഒരു മതപരമായ ബന്ധം മാത്രമായിരുന്നില്ല. കുടുംബബന്ധം, സൗഹൃദം, സഹോദരത്വം തുടങ്ങിയ നിരവധി വശങ്ങൾ ഉൾക്കൊണ്ടതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്. ഇത് പ്രവാചകൻ അവിടുത്തെ ശിഷ്യ സമൂഹത്തിന് നൽകിയ പ്രാധാന്യത്തെ വിളിച്ചോതുന്നു. പ്രവാചകൻ എല്ലാ സ്വഹാബികളോടും സമത്വത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്. അവരുടെ സാമൂഹിക പദവി, സമ്പത്ത് എന്നിവയൊന്നും അവരുടെയും പ്രവാചകന്റെയും തമ്മിലുള്ള ബന്ധത്തിൽ സ്വാധീനിപ്പിച്ചിരുന്നില്ല. വെളുത്തവരെയും കറുത്തവരെയും അന്ധരെയും എല്ലാം ഒരുപോലെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമീപിച്ചിരുന്നത്. ഒരിക്കൽ അന്ധനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു തൊട്ട് ചില കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖം തിരിക്കുകയുണ്ടായി. ആ സംഭവത്തിന് ശേഷം അന്ധനായ സ്വഹാബി കടന്നു വരുമ്പോൾ പ്രവാചകൻ തട്ടം വിരിച്ചു കൊടുക്കുകയും സ്നേഹത്തോടെ അഭിസംബോധനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് പ്രവാചകൻ അവിടുന്ന് തന്റെ സ്വഹാബികളോട് കാണിച്ച സ്നേഹം, സഹകരണം, ത്യാഗം എന്നിവയെല്ലാം അവർക്കൊരു മാതൃകയായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിൽ സ്വഹാബികൾ പ്രവാചകനോടൊപ്പം അനുഭവിച്ച കഷ്ടപ്പാടും ഈ ബന്ധത്തിന് വളരെ ആഴം തെളിയിക്കുന്നു. മദീന പള്ളി നിർമ്മിക്കാൻ പലയിടങ്ങളിലായി സ്വഹാബികൾ ഓരോ ഇഷ്ടിക വീതം കൊണ്ടുവന്നപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു 2 ഇഷ്ടിക വീതം കൊണ്ടുവന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുമര് തട്ടിക്കൊടുക്കുകയും സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രവാചകൻ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തിക്കും പൂർണ്ണമായ സഹകരണവും പിന്തുണയും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പുവരുത്തിയിരുന്നു. വളരെ യാതനയേറ്റ് ഖന്തഖ് യുദ്ധത്തിൽ പ്രവാചകരും സ്വഹാബത്തുമെല്ലാം കിടങ്ങു കീറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശപ്പ് സഹിക്കാനാവാതെ വയറ്റത്ത് കല്ല് കെട്ടിക്കൊണ്ടായിരുന്നു ആ പ്രവർത്തനത്തിൽ പങ്കാളിയായത്. ഗുരുവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചലനനിശ്ചലങ്ങൾ അപ്പടി ജീവിതത്തിൽ പകർത്തുക എന്നതാണ് സ്വഹാബത്തുൽ കിറാമത്തിന്റെ ഹോബി. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന വഴിയിലൂടെ നടക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച അതേ സ്ഥലത്ത് നിസ്കരിക്കുവാനും പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗമായ കാരണത്താൽ ജമാഅത്തിൽ വൈകിയാണ് എത്തിയത്. അത് സ്വഹാബികളുടെ സഹായത്തോടെയായിരുന്നു ജമാഅത്തിനെത്തിയത്. അപ്പോൾ നിലവിൽ ഇമാമായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞപ്പോൾ പിന്നിലേക്ക് ഇറങ്ങി നിന്നു. ഇത് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനത്തെ വിളിച്ചോതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുവാനും അവിടുത്തെ ചര്യ പിൻപറ്റാനും നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.